വെൽക്കം ബാക്ക് ടു SRT വ്ളോഗ്സ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ മഞ്ഞപ്പെട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടോ. നമ്മൾ ഇന്ന് ദുബായിക്ക് തിരിച്ചു പോവുകയാണ് ഗായ്സ്. എൻ്റെ കൂടെ ബബ്ബൂസ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പാക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടി നിറയെ സാധനങ്ങളായിട്ടായിരിക്കും വരിക. തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടി വെറും കാലിപ്പെട്ടിയാണ്. വെറും കാലിപ്പെട്ടി എന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെ തന്നു വിട്ടിട്ടുണ്ട് നിങ്ങള്? നീയല്ല, ഇവിടുന്ന് എന്തൊക്കെ തന്നു വിട്ടിട്ടുണ്ട്? ഡ്രസ്സ് എന്റെ അല്ലേ? ബീഫ്. അത് എല്ലാ പ്രാവശ്യം ഒരു ചടങ്ങ് പോലെ വീട്ടിൽ വരുമ്പോ എപ്പോഴും ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ഫ്രൈ ആയിട്ടൊക്കെ തന്നു വിടുന്നുണ്ട്. ഇപ്രാവശ്യം ബീഫ് റോസ്റ്റ് ആണ് തന്നു വിട്ടേക്കെന്ന് തോന്നുന്നു. അതാവുമ്പോ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാല് ആദ്യത്തെ 2 ദിവസം കുക്ക് ചെയ്യാണ്ടൊക്കെ കഴിച്ചു കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ സ്നേഹപൂർവ്വം തരുന്ന ഒരു സാധനമാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ആന്റി എനിക്ക് കുറെ ഉണ്ണിയപ്പം തന്നു വിട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എൻ്റെ കുറെ ഡ്രസ്സുകൾ മീൻസ് കൊണ്ടുവന്ന എല്ലാ ഡ്രസ്സൊന്നും ഇല്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ പണി സാധനങ്ങളൊക്കെ ചാർജിൽ ഇട്ടേക്കുവാണ്. നമ്മുടെ ഗോപ്രോ ക്യാമറ, പവർ ബാങ്ക്, എൻ്റെ എയർപോഡ്, മൈക്ക്, ഇതെല്ലാം ചാർജിന് ഇട്ടേക്കുവാണ്. കാരണം നമ്മൾ പോകുന്ന വഴി കംപ്ലീറ്റ് വ്ളോഗ് ഷൂട്ടിംഗ് ആയിരിക്കും. കാരണം ഇന്നത്തെ യാത്ര ഭയങ്കര സ്പെഷ്യൽ യാത്രയാണ്. അത് നിങ്ങൾക്ക് പോകെ പോകെ കാണാൻ പറ്റും. സോ നിങ്ങൾ ഓൾറെഡി തമ്പനയിൽ കണ്ടിട്ടാണല്ലോ വീഡിയോ ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത എന്തായാലും മനസ്സിലായി കണ്ടല്ലോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ വരവ് വെറും ഒരാഴ്ച അല്ലെ, കറക്റ്റ് 1 വീക്ക് കേട്ടോ. ഓൾറെഡി 1 വീക്ക് തന്നെയാണ് പ്ലാൻ ചെയ്ത് ഞാൻ അവിടെ നിന്ന് വന്നത്. പക്ഷെ ആ 1 വീക്കിൽ ചെയ്യാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവിടെ കയറി വന്നത്. കാരണം വീട് പണി നടക്കുമ്പോൾ അതിന്റെ ഓരോ സ്റ്റേജിലും ഇനിയിപ്പോ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പോയി ചെയ്യണം എന്നുള്ള പ്ലാനിലേക്ക് വന്നത്. പക്ഷെ വന്നിട്ട് കുറെ കാര്യങ്ങൾ വീട് പണിക്ക് വേണ്ടി ചെയ്തു എങ്കിലും തീർന്നിട്ടില്ല. ഇനിയും കുറെ കാര്യങ്ങൾ പെൻഡിങ് ആണ്. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ കുറെ ലൈറ്റ് നമ്മൾ അവിടെ നിന്ന് കയറ്റിയായിരുന്നല്ലോ. ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യത്തെ ഈ ഒരാഴ്ച പോയതേ അറിഞ്ഞിട്ടില്ലല്ലേ. വന്നതും വന്നു ദേ പോയി എന്ന് പറഞ്ഞ പോലെ വീട്ടിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും എനിക്ക് ഈ പ്രാവശ്യത്തെ വരവിന് സമയം കിട്ടിയിട്ടില്ല. ഫാമിലിക്ക് വേണ്ടിയിട്ടും എന്റെ പേഴ്സണൽ ആയിട്ട് എനിക്ക് ആ കഴിഞ്ഞ കുറച്ച് റീൽസ് ഒക്കെ നിങ്ങൾ കണ്ടില്ല, അജൂബ് ഷാ ആയിട്ടുള്ള. സോ ആ കഴിഞ്ഞ കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ചെലവാക്കിയതല്ലാതെ എന്റെ പേഴ്സണൽ കാര്യത്തിനൊന്നും ഈ പ്രാവശ്യത്തെ വരവിനെ എനിക്ക് മാറ്റി വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഫുള്ള് വീടിന്റെ കാര്യങ്ങളും അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പോ ഒരാഴ്ച ഭയങ്കര പെട്ടെന്നാ പോയത്. എവിടാ അമ്മ നേരത്തെ പറഞ്ഞ ബീഫില്ലേ, ഇങ്ങോട്ട് വാ. നേരത്തെ പറഞ്ഞ ബീഫും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാ പ്രാവശ്യം ഉള്ള പതിവാ. ബീഫ് വരട്ടിയിട്ട് ഇങ്ങനെ അച്ഛന്റെ വക പൊതിയലാണ്, വാഴയിലൊക്കെ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിലൊക്കെ ആക്കിയിട്ട് ലീക്ക് ആവാതെ തന്നു വിടുന്ന ഒരു പരിപാടി. അങ്ങനെ ഇപ്പൊ സമയം എത്ര മണിയായി? ഇവിടെ സമയം 11:39. 11:30 എനിക്ക് ഫ്ലൈറ്റ് 4:25 വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എയർപോർട്ട് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ 1:30 ഇറങ്ങണമെന്നാണ് എൻ്റെ പ്ലാൻ. പക്ഷെ അളിയനാണ് കൊണ്ടുവിടുന്നത്. എപ്പോഴും അളിയൻ തന്നെയാണ് കൊണ്ടുവരുന്നതും പിക്ക് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ അളിയനാണ്. ചേച്ചിയുടെ ഹസ്ബൻഡാണ്, ചേട്ടനാണ്. അപ്പോൾ 2 മണിക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് തൊട്ടടുത്ത് 5 മിനിറ്റ് 10 മിനിറ്റ് ഉള്ളൂ എയർപോർട്ടിലേക്ക്. അപ്പൊ അങ്ങനെ സമയം കറക്റ്റ് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാറ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ സമയം പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ റെഡിയൊന്നും ആയിട്ടില്ല. ഡ്രസ്സ് മാറ്റണം, ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സമയം പോകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ബബ്ബു എയർപോർട്ടിലേക്ക് വരുന്നുണ്ടോ? ഇതൊക്കെ ഇപ്പൊ കിടന്ന് ഉറങ്ങും. വെറുതെ കുറച്ചൊരു കമ്പനി തരാൻ വേണ്ടി വന്നേക്കാണ്. പിന്നെ അമ്മയൊക്കെ വരാറുണ്ട് എപ്പോഴും എയർപോർട്ടിലേക്ക്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. കാരണം ഒത്തിരി ലേറ്റ് ആവുമല്ലോ ഞാൻ ഇറങ്ങുമ്പോൾ. സോ ചേട്ടനായിരിക്കും കൊണ്ടുവന്ന് വിടാം. അപ്പൊ കുറച്ച് വിശേഷം കൂടെ ഞങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള വ്ളോഗ് നിങ്ങളെ കാണിക്കാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്. എപ്പോഴും ഡ്രോപ്പ് ചെയ്യുന്നത് ചേട്ടനായിരിക്കും. പക്ഷെ ആളിന്ന് നല്ല ഉറക്കമായിപ്പോയി. കാരണം 2 മണിയായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ അവരെല്ലാവരും ഉറക്കത്തിൻ്റെ പീക്ക് ടൈമാണ്. സോ ഇവൻ മാത്രമാണ് വീട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ആൾ ഈ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ അവനാണ് എന്നെ ഡ്രോപ്പ് ചെയ്തത്. അവൻ ഓൾറെഡി എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് അവനക്ക് ഓഫായിരുന്നു. അപ്പോൾ അവനാണ് എന്നെ കൊണ്ടുവന്ന് ആക്കിയത് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ പിക്ക് ചെയ്തതും തിരിച്ച് ഞാൻ പോകുമ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യുന്നതും മിസ്റ്റർ ആനന്ദും. അവനൊരു യൂട്യൂബ് ചാനലുണ്ട്, മാമനും മക്കളും. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പാവം 100 സബ്സ്ക്രൈബേഴ്സും കൂടി ഇരിക്കുകയാണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ യൂട്യൂബ് തുടങ്ങിയതാ. എനിക്കിപ്പോ 4800 സബ്സ്ക്രൈബേഴ്സായി. അവനിപ്പോഴും 100 ആയിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ അപ്പൊ ബാക്കി ഉള്ളി കയറിയിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ. ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ചെക്കിനാണ്, പ്രയോറിറ്റി ചെക്കിനാണ്. നമുക്കിങ്ങനെ ക്യൂ നിന്ന് ടൈം വേസ്റ്റ് ആവത്തില്ല.
വെറും 12 കിലോ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ലഗേജ് വെയിറ്റ്. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് നേരെ ഗേറ്റിൻ്റെ അവിടെ പോയിരുന്നു. ഒത്തിരി ടൈം ഉള്ള പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളത് പെൻഡിങ് ഉണ്ടായിരുന്നതൊക്കെ എഡിറ്റ് ചെയ്തു. അങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരുന്നു. കോഫി കുടിക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഓൾറെഡി വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഓർഡർ ചെയ്തില്ല. ഇതെൻ്റെ മൂന്നാമത്തെ എക്സ്പീരിയൻസ് ആട്ടോ ഈ ബിസിനസ് ക്ലാസ് അനുഭവം എന്ന് പറയുന്നത്. എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 2021 എമിറേറ്റ്സിൻ്റെ ബിസിനസ് ക്ലാസ്സിന് മുമ്പ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മൂന്നാമത്തെ അനുഭവമാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് തന്നെയാണ് എപ്പോൾ കയറിയാലും. ഇനിയിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. കാരണം ചുറ്റുമുള്ള ആൾക്കാർ വിചാരിക്കില്ല നമ്മൾ ആദ്യമായിട്ട് കയറുന്ന പോലെ. എന്നാലും ഇത് വ്ളോഗിൽ ഉൾപ്പെടുത്തും എന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാബിൻ ക്രൂ വന്നു. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസാണ് പറഞ്ഞത്. വെൽക്കം ഡ്രിങ്കാണ്. അത് വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് ഞാനവിടെ എൻ്റെ സീറ്റിങ്ങൊക്കെ ഒന്ന് സെറ്റാക്കുമായിരുന്നു കേട്ടോ. ഇതിലുള്ള സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ പ്രീമിയം ആയിരിക്കും. ഹെഡ്സെറ്റൊക്കെ നല്ല അടിപൊളി ഹെഡ്സെറ്റൊക്കെയാണ്. പക്ഷേ ഞാനതൊന്നും യൂസ് ചെയ്തില്ല. കാരണം ഓൾറെഡി ആ ഒരു ടൈം ആയതുകൊണ്ട് ഉറക്കം തൂങ്ങിയിട്ടിരിക്കുന്നത്. പിന്നെ ബ്ലാങ്കറ്റ് എക്കണോമിക് ക്ലാസ്സിനേക്കാളും കുറച്ചും കൂടെ കട്ടിയുള്ള കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ബ്ലാങ്കറ്റൊക്കെയാണ്. പിന്നെ നമുക്കൊരു ബിവറേജ് മെനു കൊണ്ടു തന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആകാശത്തിരിഞ്ഞത് ഷാംപെയിൻ കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ഷാംപെയിനൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉറങ്ങാനുള്ളൊരു സെറ്റപ്പൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഫസ്റ്റ് തന്നെ എൻ്റെ ചപ്പലൊക്കെ റിമൂവ് ചെയ്ത്, അവിടെയൊക്കെ നമുക്ക് സ്റ്റോറേജൊക്കെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ തരുന്നൊരു സ്ലിപ്പേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടു. എൻ്റെ ചപ്പലൊക്കെ ഞാൻ അവിടെ സ്റ്റോറേജിൽ വെച്ചു. പിന്നെ സീറ്റൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു 1 പ്രസ്സിൽ നമുക്ക് നമ്മുടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഫുൾ ബെഡ് പോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് മെയിൻ അട്രാക്ഷനാണ് ഇതിൻ്റെ. നമുക്കിങ്ങനെ ഫുൾ ഫ്ലാറ്റായിട്ട് കിടന്നൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാം. ഇതിനൊക്കെ ആയിട്ട് തന്നെ നമ്മുടെ സീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു സ്ക്രീനുണ്ട്. അതിൽ നമുക്ക് 1 പ്രസ്സിൽ തന്നെ നമ്മുടെ അപ്രൈറ്റും നമ്മുടെ ബെഡ് കണ്ടീഷനിലൊക്കെ നമ്മുടെ സീറ്റിങ്ങിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഇവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തുടങ്ങി. നമുക്ക് ഉറങ്ങാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു കയറിയപ്പോൾ തന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങി. ഞാനാണ് കുറച്ചും കൂടെ ലേറ്റ് ആയത്. അങ്ങനെ ഞാനും ഉറക്കത്തിലേക്ക് പോവുകയാണ്. എനിക്കറിയാം ഈ ഉറക്കം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ ഫുഡും കൊണ്ട് വരും. അപ്പോൾ എന്തായാലും വിളിക്കും. അങ്ങോട്ട് പോയപ്പോഴും അത് തന്നെ എന്താ അനുഭവം. നല്ല ഉറക്കത്തിൽ അവർ വിളിച്ച് എണീപ്പിച്ച് നമ്മളെ ഫുഡ് കഴിപ്പിക്കും. സോ ഇതിൻ്റെ ഇത് നോക്ക് എന്തോ അവരിങ്ങനെ വെച്ചിട്ട് നമുക്ക് ശരിക്കും ഒരു സ്കൈൻ്റെ ഫീലൊക്കെ വരും ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെ അവർ വന്ന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു. ഞാനിത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എണീറ്റിങ്ങനെ ഇരിക്കുവാണ്. ടേബിളൊക്കെ വന്ന് സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എന്തായിരിക്കും ഫുഡ് മെനു എന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ഇതാ ഫുഡ് വന്നു. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ സമൂസ ഉണ്ട്, വെജിറ്റബിൾ ആട്ടോ എല്ലാം. അതുപോലെ തന്നെ ഓംലെറ്റ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ ജാമുണ്ട്, പിന്നെന്താ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. എല്ലാം ഞാൻ കഴിച്ചു എന്തായാലും. അങ്ങനെ നമ്മുടെ താരമെത്തി, ഷാംപെയിൻ എന്ന് പറയുന്നത് ഒരു ലേഡീസ് ഡ്രിങ്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ചവർപ്പൊക്കെ കൂടുതലുണ്ടെങ്കിലും അടിപൊളിയാണ്, കുഴപ്പമില്ല. സോ അങ്ങനെ ഒരു ഷാംപെയിനും ഫുഡൊക്കെ അടിച്ച് അങ്ങനെ റിലാക്സ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളൊരു ചിയേഴ്സ് പറഞ്ഞില്ലെങ്കിൽ എന്തിനും ഉള്ള അല്ലേ. അപ്പോൾ ഗൈസ് ചിയേഴ്സ്. നമ്മൾ നല്ല ഉറക്കത്തിലിരിക്കുമ്പോഴാണ് അവർ വന്നിട്ട് ഫുഡ് തന്നത്. അപ്പോൾ ഉറക്കം ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ വീണ്ടും സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത ഉറക്കത്തിലേക്ക് പോവുകയാണ്. എന്തായാലും ഇതിൽ ഇങ്ങനെയൊന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഉറക്കം ശരിയാവില്ല. വീട്ടിലെത്തിയിട്ട് ഒരു സ്ട്രെയിറ്റ് ഉറക്കം കിട്ടിയാലേ ഞാനും ഓക്കെ ആവുള്ളൂ. പക്ഷേ ചെറുതായിട്ടൊന്ന് മയങ്ങി ഇതാ നമ്മൾ രാവിലെ ആയി. 7 മണിക്ക് നമ്മൾ ലാൻഡ് ചെയ്യും കേട്ടോ ദുബായിൽ. അപ്പോൾ ഞാൻ മാത്രമാണ് നേരത്തെ എണീറ്റത്. ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്. എനിക്ക് ഈ വ്ളോഗ് എടുക്കുന്നതിൻ്റെ കാര്യമുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് എണീക്കുന്നുണ്ട്. എന്തെല്ലാം കഷ്ടപ്പാടാണല്ലേ. അങ്ങനെ ദുബായ് എത്തി. ബസ്സുകൾ നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കൂട്ടിയിട്ട പോലെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ ഒരുപാട് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ ലഗേജൊക്കെ കളക്ട് ചെയ്യണം. ഇറങ്ങിയ വഴി ഞാൻ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വാഷ്റൂമിലൊക്കെ പോയി വന്നപ്പോഴേക്കും ലഗേജ് പെട്ടെന്ന് കിട്ടി. ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ട വന്നില്ല. അങ്ങനെ നമ്മുടെ ട്രാവൽ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ വന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. അപ്പോൾ എപ്പോൾ ഞാൻ വീടടച്ചിട്ട് പോയിരുന്നാലും എനിക്ക് തിരിച്ചു വരുമ്പോൾ വീട് ക്ലീൻ ആക്കിയില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ് എനിക്ക്. ഞാൻ ക്ലീൻ ആക്കും, പക്ഷേ ഒരാഴ്ച 1 മാസമൊക്കെ അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ വരുമ്പോൾ നല്ല ഡീപ്പായിട്ട് അവർ ക്ലീൻ ചെയ്ത് തരുമല്ലോ. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നേപ്പാളി ഒരു ലേഡി വന്നു. അവരങ്ങനെ ഫുള്ള് റൂമൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ഇങ്ങനെ കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം. സോ അവരിനി ആഴ്ചയിൽ ഒരിക്കൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, സെറ്റായി. ഇനി ബാക്ക് ടു ദുബായ് ലൈഫ്. ഞാൻ അവരുടെ വർക്ക് കാണിച്ചു തരാം കേട്ടോ.
വേറെ ആര് സേ ഹായ് സേ ഹായ്. ഇതാണ് അവർ, ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല നീറ്റാക്കി തന്നു. അങ്ങനെ റിലാക്സേഷൻ മോഡ്. ഏത് മോഡ്? റിലാക്സേഷൻ മോഡ്. ഇനി നമ്മുടെ ടിക്ടോക്കും ഗെയിമുകളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. കാരണം നാട്ടിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഗെയിമൊന്നും വരാറില്ല. നമ്മുടെ ഇൻകം സോഴ്സ് അതാണല്ലോ. അപ്പോൾ നാട്ടിലെ ടിക്ടോക്ക് ബാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് ടിക്ടോക്ക് ആക്സസ് കിട്ടില്ല. ഭയങ്കര ടിക്ടോക്കിൽ കയറാൻ പറ്റും, പക്ഷെ ലൈവ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് യൂസ് ചെയ്യാനേ പറ്റത്തില്ല, ലൈവ് ഒന്നും പോകാൻ പറ്റത്തില്ല. അതാണ് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇന്ന് മുതൽ ഗെയിമൊക്കെ തുടങ്ങണം ഇൻഷാ അല്ലാ. ചൂട് കുറവ് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ ദുബായിൽ ചൂടൊക്കെ കുറയുകയാണെന്ന് ന്യൂസൊക്കെ കണ്ടു. UAE ചൂട് കുറവാണെന്ന് ന്യൂസ് കണ്ടു. നമ്മുടെ നാട്ടിൽ ഇഞ്ചാതി ചൂടല്ലേ, അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുവാണേ. പുതിയ എന്തെങ്കിലും കണ്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചിൽ ദെൻ ബൈ ഗൈസ്, സൈനിങ് ഓഫ് ശ്രുതി തമ്പി. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.